നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വരുന്നത്. ഇന്നലെയാണ് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ വിവാദ ദല്ലാൽ TG നന്ദകുമാർ കോഴ ആരോപണം ഉന്നയിച്ചത്. 25 കോടി രൂപ തന്റെ കയ്യിൽ നിന്നും അനിൽ ആന്റണി വാങ്ങിയെന്നതായിരുന്നു ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്ന് രാഷ്ട്രീയ കേന്ദ്രത്തിൽ നടക്കുന്നത്. ആദ്യം എന്താണ് ഇന്നലെ നന്ദകുമാർ ഉന്നയിച്ച ആരോപണം, അതൊന്ന് കേൾക്കാം. ഈ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററായ ശ്രീ AK ആന്റണിയുടെ വീട്ടിൽ ഡിഫൻസ് മിനിസ്റ്റർ വീട്ടിലുള്ള ഒഫീഷ്യൽ ഓഫീസിൽ AK ആന്റണി കൊണ്ടുപോകുന്ന ആയുധ ഡീലുകളുടെ ഫയലിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിൽപ്പന നടത്തി പണം വാങ്ങുന്ന ഒരു വലിയ ദല്ലാളായിരുന്നു ഈ അനിൽ ആന്റണി. ഒബ്രോയ് ഹോട്ടൽ, നിസാമുദ്ദീനിലെ ഒബ്രോയ് ഹോട്ടലിലെ റൂമുകളിൽ കേന്ദ്രീകരിച്ച് CBC സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട PJ തോമസ് IAS-ഉം മിസ്റ്റർ ആൻഡോ ഫ്രം ബാംഗ്ലൂരും ഈ അനിൽ ആന്റണിയും ചേർന്നാണ് ബ്രോക്കർ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അനിൽ ആന്റണി ഇത് നിഷേധിക്കുകയാണെങ്കിൽ ഞാനൊരു സംവാദത്തിന് തയ്യാറാണ്. അനിൽ ആന്റണിയെ വെച്ച് പത്തനംതിട്ടയിലോ എവിടെയോ ഞാൻ അനിൽ ആന്റണിക്കെതിരെ ശക്തമായ അഴിമതി ആരോപണമാണ് കൊണ്ടിരുന്നത്. കൈക്കൂലി മേണിക്കലും, അതായത് ദല്ലാൾ എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടിക്കണവനുണ്ട്, കൂട്ടിക്കൊടുക്കണവനുമുണ്ട്. അതിനകത്ത് രണ്ടാമത്തെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അനിൽ ആന്റണി. ഇന്നിപ്പോ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ്, എനിക്ക് കോൺഗ്രസിനോട് പ്രതിബദ്ധതയൊന്നുമില്ല, അവിടെ മത്സരിക്കുന്ന LDF കാൻഡിഡേറ്റിനോടും ഒരു പ്രതിബദ്ധതയില്ല, കോൺഗ്രസ് കാൻഡിഡേറ്റിനോടും ഇല്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കണ്ട്, അദ്ദേഹത്തിന്റെ പിതാവിനെതിരെ, അതാണ് ഞാനിത് പറയാനിടയായ. പിതാവിനെ വച്ച് വിലപേശി പണം വാങ്ങിയിരുന്ന ആളായിരുന്നു അനിൽ ആന്റണി. 25 ലക്ഷം റുപ്യ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഞാൻ അന്നത്തെ NDA മന്ത്രിസഭ വന്നപ്പോൾ അന്നത്തെ NDA മന്ത്രിസഭയിൽ പരാതി കൊടുക്കാൻ തുനിഞ്ഞതാണ്. പിന്നെ മാറ്റിവെക്കപ്പെട്ടാണ്. എന്നോട് PJ കുര്യൻ ഇടപെട്ട് പറഞ്ഞ് പ്രസിഡന്റിനെ നാറ്റിക്കരുത്, AK ആന്റണി പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. PJ കുര്യൻ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കും, അദ്ദേഹം നിഷേധിക്കട്ടെ. VT തോമസ് മരിച്ചുപോയി, പക്ഷേ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഉമാ തോമസിന് വിവരം അറിയാം, എന്റെ പണം തിരിച്ചു തന്നു. പക്ഷേ ഇതുപോലത്തെ ഒരു ഡൽഹിയിൽ അറിയപ്പെടുന്ന ഡിഫൻസ് രേഖകൾ ഒരു പ്രയോജനവും ഇല്ലാതെ ഫോട്ടോ കോപ്പി എടുത്ത് ആളുകളെ പറ്റിച്ച് പണം വാങ്ങിയിരുന്ന ഒരാളായിരുന്നു അനിൽ ആന്റണി. ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം അങ്ങനെയാണ്. നവമിയാണ് ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നവമി, ഈ രണ്ട് കാര്യങ്ങളാണ് ദല്ലാലിന്റെ ആരോപണത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ഡിഫൻസ് മിനിസ്റ്ററായിരുന്ന AK ആന്റണിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹ ഇടപാടുകൾ നടന്നിരുന്നു. മറ്റൊന്ന്, മകൻ അനിൽ ആന്റണി ഇതിൽ ഇടനിലക്കാരനായി നിന്ന് പണം വാങ്ങിയെന്ന ആക്ഷേപമാണ്. ഈ ആക്ഷേപത്തിൽ ഉന്നയിക്കപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ അവർക്കറിയാമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒന്ന് PJ കുര്യനും മറ്റൊന്ന് ഉമാ തോമസുമാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ എന്തെങ്കിലും പ്രതികരണം ഇതുവരെ നടത്തിയിട്ടുണ്ടോ? ഈ സംഭവം അവർ ഏറ്റെടുക്കുന്നുണ്ടോ, ഈ ആരോപണം? സജിത്ത്, ഇന്നലെ BJP സ്ഥാനാർത്ഥി കൂടിയായ അനിൽ ആന്റണിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ചത്. അത് ഈ ഇലക്ഷൻ അടുത്തിരിക്കെ ഇന്നലെ തന്നെ അനിൽ ആന്റണിയും AK ആന്റണിയും തമ്മിലുള്ള ചില കൊമ്പുകോർക്കലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് കണ്ട ശേഷമാണ് തനിക്ക് അനിൽ ആന്റണി ആകർഷണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം വലിയൊരു അഴിമതിക്കാരനാണെന്ന് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് തുടങ്ങിക്കൊണ്ടായിരുന്നു ഈ ദല്ലാൽ നന്ദകുമാർ ഈ ഒരു ആരോപണം ഉന്നയിച്ചത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത്. അതിലൊന്ന്, ഈ CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗമായി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട്, അതായത് താൻ പറയുന്ന ഒരാളെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 25 ലക്ഷം രൂപ ദല്ലാൽ നന്ദകുമാർ ഡൽഹിയിൽ വെച്ച് അനിൽ ആന്റണിക്ക് കൈമാറി. ആ സമയത്ത് തന്നെ AK ആന്റണിയുടെ തന്നെ ഒരു സഹായിയും ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇവര് സാക്ഷിയായി നിൽക്കുകയാണ്. താൻ 25 ലക്ഷം രൂപ അനിൽ ആന്റണിക്ക് നൽകിയത്. പക്ഷേ ഈ നിയമനം വന്നപ്പോൾ മറ്റൊരാൾക്കായിരുന്നു ആ ഒരു പോസ്റ്റ് കൊടുത്തത്. അപ്പോൾ തന്നെ തന്റെ പൈസ തിരിക്കണം അനിൽ പൈസ തരാൻ തയ്യാറായില്ല. പിന്നീട് ഈ വിവരം PJ കുര്യനെയും PJ തോമസിനെയും ഒക്കെ അറിയിച്ചു. ഇവർ ഇടപെട്ടാണ് തനിക്ക് 2013 ഏപ്രിൽ മാസത്തിൽ ഈ പൈസ തിരികെ തന്നത്. പക്ഷേ ആ സമയത്ത് പോലും അനിൽ ആന്റണി തന്നെ പിന്നെ കാണാനോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനൊന്നും തയ്യാറായില്ല. അതോടൊപ്പം തന്നെ അനിൽ ആന്റണി അന്ന് മന്ത്രിയായ AK ആന്റണിയുടെ ഭാഗത്തു നിന്നും, അതായത് പ്രധാനപ്പെട്ട പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണിയുടെ ഓഫീസിൽ നിന്നും പ്രധാനപ്പെട്ട ചില ഫയലുകൾ അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിൽക്കുമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. അന്ന് പല ബ്രോക്കർമാരും അനിൽ ആന്റണിയെ ഈ ആവശ്യത്തിനായി
സമീപിച്ചിരുന്നു. ഈ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുന്നതിലും അദ്ദേഹം വലിയൊരു തുക കൈപ്പറ്റിയിരുന്നു എന്നൊരു ആരോപണം കൂടി, അത് വളരെ ഗുരുതരമായുള്ള ആരോപണം കൂടിയാണ്. പ്രതിരോധ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ചില രഹസ്യ വിവരങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ അനിൽ ആന്റണി ഫോട്ടോ കോപ്പി എടുത്ത് വിറ്റ് കൈമാറുന്നു എന്ന് പറയുന്നത് അത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇതുപോലും അനിൽ ആന്റണി അന്ന് ചെയ്തിരുന്നു. ഇക്കാര്യങ്ങൾ PJ കുര്യനും ഒപ്പം തന്നെ PT തോമസിനും അറിയാമായിരുന്നു. PJ കുര്യനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അത് സർക്കാരിനെ ബാധിക്കും, അല്ലെങ്കിൽ AK ആന്റണിയുടെ പ്രതിച്ഛായയെ ബാധിക്കും, അതുകൊണ്ട് ഈ വിവരങ്ങൾ പുറത്തു പറയരുത് എന്നുള്ളൊരു ആവശ്യം കൂടി തന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രമാണ് താൻ അന്ന് ഇതൊന്നും പുറത്തേക്ക് പറയാതിരുന്നത്. ഇപ്പോൾ ഈ അനിൽ ആന്റണി പിന്നീട് NDA സർക്കാർ വന്നപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അനിൽ ആന്റണി BJP-യിൽ ചേർന്നതെന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ദല്ലാൽ നന്ദകുമാർ. എന്തായാലും ഈ ഒരു ആരോപണത്തെ ഇതിനോടകം തന്നെ അനിൽ ആന്റണി തള്ളിയിരിക്കുന്നു. കാരണം ഇന്നലെ തന്നെ ദല്ലാൽ നന്ദകുമാർ പറയുന്നത് താനൊരു ഓപ്പൺ ചർച്ചയ്ക്ക് തയ്യാറാണ്. അനിൽ ആന്റണി ഈ വിവരങ്ങൾ നിഷേധിച്ചാൽ താൻ തെളിവുകൾ സഹിതം പുറത്തുവിടുമെന്നും, എന്തായാലും അനിൽ ആന്റണി ഇതിനോടകം തന്നെ ഈ ഒരു വാദത്തെ തള്ളിയിട്ടുണ്ട്. എന്തായാലും ഇനി കൂടുതൽ തെളിവുകൾ തന്നെ ദല്ലാൽ നന്ദകുമാർ പുറത്തേക്ക് വിടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ദല്ലാൽ നന്ദകുമാറിനെ തനിക്ക് അറിയാം, പല ആവശ്യങ്ങൾക്കും തന്നെ സമീപിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും താൻ ചെയ്തു കൊടുത്തിട്ടില്ല. അല്ലാതെ അയാളുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഇത് എതിർ പാർട്ടികൾ തനിക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഇതൊന്നുകൂടി അനിൽ ആന്റണി പറഞ്ഞു വെക്കുന്നു. പക്ഷേ ദല്ലാൽ നന്ദകുമാർ പിന്നോട്ടില്ല. ഈ അനിൽ ആന്റണിക്കെതിരായ തെളിവുകൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത്. പക്ഷേ അതാണ് നവമി വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ഈ വിവാദത്തിൽ PJ കുര്യന്റെ പ്രതികരണം അല്പസമയം മുമ്പ് വന്നിരുന്നു. അദ്ദേഹം ഈ നിലപാടുകൾ ശരിവെക്കുന്നു, ഈ ആരോപണം ശരിവെക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. നവമിയാണ് ഇന്നലത്തെ നന്ദകുമാറിന്റെ വിശദാംശങ്ങൾ, ആ വെളിപ്പെടുത്തലും അതിന്റെ തുടർ നീക്കങ്ങളും അതിന്റെ രാഷ്ട്രീയവും പരിശോധിച്ചത്.